ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ മാർച്ച് മന്ത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു മന്ത് വളരെ സ്പെഷ്യൽ ആണല്ലേ. ഇപ്പോൾ SSLC പഠിക്കുന്നവർക്കായാലും +1 +2 പഠിക്കുന്നവർക്കായാലും എല്ലാവർക്കും ഒരു സ്പെഷ്യലാണ്. പിന്നെ പൊതുവെ ബാക്കി എല്ലാവർക്കും സ്പെഷ്യലാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മന്ത് സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ആയിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാംസ് ആണ്. എക്സാംസിന്റെ ഒരുപാട് ടെൻഷനും പ്രഷറും ഒക്കെ സഹിച്ച് കുട്ടികളൊക്കെ എക്സാം എഴുതാൻ പോകുന്ന മന്താണ് മാർച്ച് മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവരെപ്പോഴും നമ്മൾ വീട്ടിൽ നിന്നുള്ളൊരു ഫോഴ്സ്, സ്കൂളിൽ നിന്നുള്ളൊരു ഫോഴ്സ് ഒക്കെ കൊണ്ട് അവർക്ക് ഭയങ്കര ടെൻഷനാണ്. എക്സാമിന് തോറ്റു പോകുമോ, അയ്യോ ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോകും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട്. നമ്മൾ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഒരു കാര്യവും ചെയ്യിപ്പിക്കരുത് കേട്ടോ. അവർക്ക് തോന്നി, അവർക്കൊരു ലക്ഷ്യബോധം തോന്നി അവർ പഠിക്കുമ്പോഴാണ് അതിലൊരു വിജയം ഉണ്ടാവുന്നത്. നമ്മൾ ഫോഴ്സ് ചെയ്ത് നമ്മുടെ സ്വപ്നങ്ങൾ അവരിലൂടെ നേടിയെടുക്കാൻ നോക്കുമ്പോഴാണ് നമ്മൾ അവിടെ പരാജയപ്പെടുന്നത് കേട്ടോ. അവരുടെ സ്വപ്നം എന്താണോ, അവർക്ക് എവിടെയാണോ വിജയിക്കേണ്ടത് അത് അവര് തീരുമാനിച്ച് അവർ മുൻപോട്ട് പോയാൽ മാത്രമേ നമ്മളൊന്ന് വഴികാട്ടി കൊടുക്കുന്നു എങ്ങനെ പോണം. ഇപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് അവര് പ്രാവർത്തികത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അവരുടെ വിജയം വരുന്നത്. അല്ലാതെ നമ്മളുടെ കാര്യങ്ങൾ നമ്മളൊരു കമാൻഡ് ചെയ്യുന്നത് പോലെ അവരെ ആജ്ഞാപിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് ആരും ആജ്ഞാപനത്തിനൊന്നും നിന്ന് തരില്ല. അപ്പോൾ നമ്മുടെ ആജ്ഞാപനമൊന്നും അവരുടെ അടുത്ത് വേണ്ട. കുട്ടികളാണ്, അവരുടെ ഫ്രീ ആയിട്ട് അവരെ ഹാപ്പി ആയിട്ടൊക്കെ എക്സാം എഴുതട്ടെ. അപ്പോൾ നമ്മുടെ ഒരു സപ്പോർട്ട് എപ്പോഴും അവർക്ക് കൂടെ തന്നെ വേണം കേട്ടോ. എന്നാൽ അവർ കുറച്ചുകൂടി നല്ല ഇതായിട്ട് എഴുതും. എന്ന് വെച്ച് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ പാടില്ല കേട്ടോ.